ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സീക്രട്ട് എന്ന മലയാളം മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കൂട്ടുകാരായ മിഥുനും അമ്മയും പ്രിൻസും ചേർന്നിട്ട് തങ്ങളുടെ ഫ്രണ്ടായ മൂർത്തിയുടെ കല്യാണത്തിന് തമിഴ്നാട്ടിലേക്ക് പോകുന്നതാണ്. കല്യാണമൊക്കെ കൂടിയിട്ട് അവർ അതുവഴി നടക്കുന്നതിനിടയ്ക്ക് നാഡി ജോൾസി എന്ന് എഴുതിയൊരു ബോർഡ് കണ്ടിട്ട് പ്രിൻസ് പറയുന്നുണ്ട് നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാമെന്ന്. അങ്ങനെ ജോൾസിനും പ്രിൻസിന്റെ ഭാവിയെ പറ്റിയും ഭൂതകാലത്തെ പറ്റിയും എല്ലാം തന്നെ പറയുന്നുണ്ട്. അയാൾ നോക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവന്റെ ലൈഫിൽ സംഭവിച്ചത് തന്നെയായിരുന്നു. ഇനി സംഭവിക്കാൻ പോകുന്ന നല്ല കാര്യത്തെ പറ്റിയും അയാൾ പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് വിശ്വാസം തോന്നിയ പ്രിൻസ് ആകട്ടെ മിഥുനെ നിർബന്ധിക്കുന്നുണ്ട് അവന്റെ നാഡി ജോത്സ്യം കൂടി നോക്കാൻ വേണ്ടി. എന്നാൽ മിഥുന്റെ ഭാവി നോക്കി അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം അവന് മംഗല്യ യോഗമില്ല. അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് അധികം ആയുസില്ല. ഇത് കേട്ടതും അമ്മയെ ഞെട്ടി. അടുത്ത മാസം ഇവന്റെ കല്യാണമാണ്. അവിടെ നിന്ന് ഇറങ്ങിയ മിഥുൻ ആകെ അപ്സെറ്റ് ആയിരുന്നു. ഇതിനകത്തൊന്നും വലിയ സത്യമുണ്ടാകില്ല എന്ന് അമ്മയെ പറയുന്നു. എന്നാൽ എന്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം കറക്റ്റ് ആയിരുന്നു എന്നാണ് പ്രിൻസ് പറയുന്നത്. ഇയാൾ പറയുന്ന കാര്യങ്ങളെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാനും പറ്റില്ല. നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് മിഥുൻ തന്റെ കല്യാണം ഉറപ്പിച്ചതിനെ പറ്റി ആലോചിക്കുന്നു. മിഥുന്റെ അച്ഛനും അമ്മയും ഒരു പാർട്ടിക്കിടെയാണ് പ്രിയയെ കാണുന്നതും അവളുടെ അച്ഛനും അമ്മയുമായിട്ട് സംസാരിക്കുന്നതും. പാർട്ടി കഴിഞ്ഞ് തിരിച്ചെത്തിയ മിഥുന്റെ അമ്മയാകട്ടെ അവനോട് പ്രിയയെ പറ്റി സംസാരിക്കുന്നു. ആ പെൺകുട്ടിയെ നിനക്ക് വിവാഹം ആലോചിച്ചാലെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. പ്രിയയോടും അവളുടെ അമ്മ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. അവർക്ക് പരസ്പരം സംസാരിച്ചിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വിവാഹം നടത്താമെന്നായിരുന്നു വീട്ടുകാരുടെ തീരുമാനം. അങ്ങനെ പ്രിയയുടെ നമ്പർ മിഥുന്റെ കയ്യിൽ അവന്റെ അമ്മ കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ മിഥുനും പ്രിയയും മെസ്സേജിലൂടെ സംസാരിക്കാൻ ആരംഭിച്ചു. മെഡിക്കൽ റെപ്പായ മിഥുനോട് ഇടയ്ക്ക് അവൾ ചോദിക്കുന്നുണ്ട് മുടികൊഴിച്ചിലിന് നല്ല മരുന്ന് വല്ലതും ഉണ്ടോ എന്ന്. ഇത് കേട്ട് അവന്റെ അമ്മയാകട്ടെ അവൾക്ക് വേണ്ടിയിട്ട് കാച്ചി എണ്ണ തയ്യാറാക്കി കൊടുത്തുവിടുന്നു. അത് കൊടുക്കാൻ അവളുടെ വീട്ടിൽ പോയെങ്കിലും അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് തന്നെയാണ് അവനെ അമ്മയെ കോൾ ചെയ്യുന്നത്. അത്യാവശ്യമാ നീ ഇവിടേക്ക് വരണമെന്ന് പറയുന്നു. മാരേജ് പോലുള്ള ഇവന്റ്സിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് എല്ലാം ചെയ്യുന്ന ജോലിയായിരുന്നു അമ്മയുടേത്. അങ്ങനെ മിഥുൻ അവളെ കാണാൻ ചെല്ലുന്നതിനിടയ്ക്ക് അവിടെ വെച്ച് അവന്റെ പഴയൊരു ഫ്രണ്ടിനെയും അവൻ കാണുന്നു. അയാളോട് സംസാരിച്ച ശേഷം അമ്മയുടെ കൂടെ ചെല്ലുമ്പോഴാകട്ടെ അമ്മയെ അവിടെ വെച്ച് പ്രിയ അവന് നേരിട്ട് കാണിച്ചു കൊടുക്കുന്നു. 2 ദിവസമായിട്ട് മെസ്സേജ് അയക്കുന്നു എന്നതല്ലാതെ അവർ നേരിട്ട് കാണുന്നത് അന്ന് ആദ്യമായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ കോഫി ഷോപ്പിൽ പോയിരുന്ന് കുറച്ചു നേരം സംസാരിക്കുന്നു. പ്രിയയ്ക്ക് ആ വിവാഹത്തിൽ ഓക്കെയായിരുന്നു. പക്ഷെ അതിനു മുമ്പ് അവൾ ഒരു കാര്യം തുറന്നു പറയുന്നു. ഒരു തവണ എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ. എന്നാൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു ദിവസം അയാൾ വന്ന് അവളോട് പറഞ്ഞു നിന്റെ ക്യാരക്ടർ ശരിയല്ല, നീ കോളേജിലൊക്കെ ഒരുപാട് അഴിഞ്ഞാടി നടന്നതാ, അതുകൊണ്ട് ഈ കല്യാണത്തിന് താല്പര്യമില്ലാന്ന്. അങ്ങനെ പറഞ്ഞിട്ടാ അയാൾ എന്നെ ഒഴിവാക്കി പോയത്. അതിന്റെ കാരണം എന്താണെന്നും എനിക്കറിയില്ല. അതിനുശേഷം വിവാഹത്തിനോടുള്ള താല്പര്യം തന്നെ തനിക്ക് പോയിരുന്നു. ഇതെല്ലാം കേട്ടിട്ട് മിഥുനൊന്നും തോന്നുന്നില്ല. എനിക്ക് വിവാഹത്തിൽ താല്പര്യം തന്നെയാണെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ പ്രിയയ്ക്കും ഇതിന് സമ്മതമാണെന്ന് അറിഞ്ഞതോടുകൂടി രണ്ട് വീട്ടുകാരും ചേർന്നിട്ട് അവരുടെ കല്യാണം പെട്ടെന്ന് തന്നെ നടത്താൻ തീരുമാനിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടായ ശേഷം പ്രസന്റിലേക്ക് കഥ തിരിച്ചു വരികയാണ്. തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തിയെങ്കിലും മിഥുന്റെ മനസ്സിൽ മുഴുവൻ ആ ജോത്സ്യം പറഞ്ഞ കാര്യങ്ങളായിരുന്നു. പ്രിയയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ടെൻഷൻ കാരണം അവൻ ഊണും ഉറക്കവും ഇല്ലാതെയായി. പ്രിയ വിളിക്കുമ്പോൾ പോലും അവൻ ഫോൺ എടുക്കാതെയായി. എപ്പോഴും ഇതിനൊരു പരിഹാരം എന്താണെന്നുള്ള ചിന്തയിലായിരുന്നു അവൻ. മിഥുൻ തന്നെ അവോയ്ഡ് ചെയ്തതിന് കാരണം അന്വേഷിച്ച് പ്രിയ അവന്റെ അടുത്ത് എത്തിയെങ്കിലും അവനൊരു കള്ളം പറഞ്ഞു ഒഴിവാവുന്നു. എന്റെ ഒരു ഫ്രണ്ടിനെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അവനോട് പറഞ്ഞു അവന്റെ ഫാമിലിയെ കൂടെ നിർത്താൻ പറ്റില്ല എന്ന്. ഫാമിലിയിൽ നിന്ന് അകന്നു പോകുന്ന അവന് ഭയങ്കര വിഷമമാണ്. അതാലോചിച്ചപ്പോ എനിക്കും വിഷമം വന്നു. എന്നാൽ ഞാൻ അങ്ങോട്ടൊരു പെൺകുട്ടിയല്ല എന്നും നമ്മളെല്ലാരും എപ്പോഴും ഒരുമിച്ച് തന്നെ ഉണ്ടായിരിക്കുമെന്നും പ്രിയ അവന് വാക്കു കൊടുക്കുന്നു. മിഥുന്റെ ടെൻഷൻ അതായിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് പ്രിയ അവിടെ നിന്നും പോകുന്നത്. അവൻ സത്യങ്ങളൊന്നും തന്നെ പ്രിയോട് തുറന്നു പറയുന്നില്ല. ഇവന്റെ ഈ ടെൻഷൻ കണ്ടിട്ട് അവന്റെ അച്ഛൻ അവനോട് കാര്യം അന്വേഷിക്കുമ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. എന്നാൽ അതിനകത്തൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും നടക്കേണ്ട കാര്യങ്ങൾ എപ്പോഴായാലും നടക്കുമെന്നാണ് അയാൾ പറയുന്നത്. അതാലോചിച്ച് നീ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് മൂർത്തി ഇവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് മാത്യു എന്ന് പറയുന്ന അവന് പരിചയമുള്ള ഒരാളുടെ അടുത്തേക്കാണ്. അവിടെ എത്തി അയാളോട് സംസാരിച്ച ശേഷം അയാൾ പറയുന്നുണ്ട് ഇതിനെ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല, വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ നമുക്ക് തടയാൻ വേണമെങ്കിൽ ശ്രമിക്കാം. അത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് ആർക്കും അറിയില്ല. അയാൾ അതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് അവരെ അവിടേക്ക് വിളിക്കുന്നു. അയാളുടെ ഒരു വിശ്വാസമാണ് അയാൾ പറയുന്നത്. അതായത് പ്രിയ മരിക്കാൻ പോവുകയാണെന്ന് ആ നാഡി ജോത്സ്യം പറഞ്ഞെങ്കിൽ ചിലപ്പോ ആ മരണത്തെ തടുക്കാൻ വേണ്ടിയിട്ട് താൻ കുറച്ചുപേരുടെ ജീവൻ രക്ഷിച്ചാൽ മതിയായിരിക്കാം. മരിക്കാൻ പോകുന്ന 3 പേരുടെ ജീവൻ തനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രിയയുടെ ജീവൻ അതിന് പകരമായി ദാനം കിട്ടിയേക്കാം. മാത്യു പറയുന്നുണ്ട് ഇതെന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം മാത്രമാ, അല്ലാതെ ഇതുകൊണ്ട് പൂർണ്ണമായിട്ടും പ്രിയ എനിക്ക് രക്ഷിച്ചെടുക്കാമെന്നൊന്നും ഉറപ്പില്ല. എന്താണെങ്കിലും വേറെ വഴിയൊന്നുമില്ലാത്ത സ്ഥിതിക്ക് താൻ അതിന് ശ്രമിച്ചു നോക്കാമെന്നും മിഥുൻ പറയുന്നു. ഇതൊക്കെ മണ്ടത്തരമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പ്രിൻസ്. ആ സമയത്താണ് അവിടെ ഒരാൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്ന കണ്ടത്. മാത്യു പറഞ്ഞ കാര്യം മനസ്സിൽ കിടക്കുന്ന കാരണം അയാളെ രക്ഷിക്കാൻ മിഥുൻ എടുത്ത് വെള്ളത്തിലേക്ക് ചാടുന്നു. എന്നാൽ അവന് നീന്തൽ അറിയില്ലായിരുന്നു. അവസാനം അവനെ എല്ലാവരും ചേർന്ന് രക്ഷിക്കേണ്ട അവസ്ഥയായി. ആ ചാടിയ ആളാകട്ടെ ഒരു ഷൂട്ടിങ്ങിന്റെ കാര്യമായിട്ടാണ് ആ വെള്ളത്തിലേക്ക് ചാടിയത്. അത് ആത്മഹത്യ ശ്രമം ഒന്നും തന്നെയല്ലായിരുന്നു. അത് കഴിഞ്ഞ് അവൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ഡോക്ടറിനെ ഒരാൾ വന്ന് വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുന്നത് അവൻ കാണുന്നു. ആ ഡോക്ടറിന്റെ എക്സ് ആയിരുന്നു അത്. അയാളെ പിടിച്ചു മാറ്റിയിട്ട് മിഥുന പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരുപാട് പരുക്കുകൾ ഉണ്ടായിരുന്നത് കൊണ്ടും രക്തം ഒരുപാട് പോയത് കൊണ്ടും മറ്റു ഡോക്ടേഴ്സിന് ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇവനിങ്ങനെ ഇതിന്റെ പേരിൽ ഓരോ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നതിന്റെ പേരിൽ കൂട്ടുകാർ അവനെ വഴക്ക് പറയാൻ തുടങ്ങി. വിധിയെ തോൽപ്പിക്കാൻ നീ നിൽക്കണ്ട എന്ന് പ്രിൻസ് പറയുന്നു. 3 പേരുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അത് നടക്കണമെങ്കിൽ മുൻകൂട്ടി പലതും നമുക്ക് അറിയാൻ കഴിയണം. ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നു
പോകുന്നുവെന്ന് നമ്മുടെ മനസ്സ് തന്നെ പറയും. അതിന് സൈക്കോളജിയിൽ സിങ്ക്രോണിസിറ്റി എന്ന് പറയും. ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നുവെന്ന് നമ്മുടെ മനസ്സ് തന്നെ ചിലപ്പോൾ നമ്മളോട് പറയാറുണ്ട്. അങ്ങനെ പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ആൾക്കാരുമുണ്ട്. ഇതുപോലൊരു സംഭവം ജാക്കി ചാനും ഉണ്ടായിട്ടുണ്ട്. ന്യൂയോർക്കിലെ ആ വലിയ നില കെട്ടിടത്തിലേക്ക് ഫ്ലൈറ്റ് ഇടിച്ചു കയറിയ സംഭവമില്ലേ, അവിടുത്തെ 99ാമത്തെ നിലയിൽ ജാക്കി ചാന്റെ ഷൂട്ട് അന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. തലേ ദിവസം എന്തോ കാരണത്താൽ ആ ഷൂട്ട് ക്യാൻസലാക്കി. ആ നിലയിലേക്ക് തന്നെയാണ് പിറ്റേ ദിവസം ഫ്ലൈറ്റ് ഇടിച്ചു കയറിയത്. അന്ന് അയാൾ അവിടെ ഷൂട്ടിന് പോയിരുന്നെങ്കിൽ അയാൾ മരിച്ചേനെ. എല്ലാം കേട്ടിട്ട് മിഥുൻ ആകെ വട്ടാകുന്ന അവസ്ഥയായിരുന്നു. എങ്ങനെയെങ്കിലും പ്രിയെ രക്ഷിക്കണം, അത് മാത്രമേ അവന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവരവരുടെ ജോലികളിലേക്ക് തിരിഞ്ഞു. പ്രിൻസ് ക്യാമറാമാൻ ആയിരുന്നു. അവൻ ഷൂട്ടിനിടയിലാകട്ടെ ഒരു പെൺകുട്ടി മരിച്ചു വീഴുന്ന സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനിടയിലെല്ലാം തന്നെ അവന് പ്രിയയാണ് കാണുന്നത്. ഈ സംഭവത്തെ പറ്റി അവൻ വന്ന് കൂട്ടുകാരോട് പറയുന്നു. അവന്റെ മനസ്സിൽ തോന്നുന്ന ഈ ഒരു കാര്യത്തെ മൂർത്തി മറ്റൊരു രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 2011 മാർച്ചില് കോലാലംപൂരിൽ നിന്ന് ഒരു മലേഷ്യൻ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. എന്നാൽ കുറച്ചു സമയത്തിനു ശേഷം ആ ഫ്ലൈറ്റ് കാണാതെയായി. പിന്നീട് അതിന്റെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമാണ് കടലിൽ നിന്ന് കണ്ടെടുത്തത്. അന്ന് അതേ ഫ്ലൈറ്റില് ഈ മാത്യു സാറിന്റെ ഫ്രണ്ട് ഉബൈദ് എന്ന് പറയുന്ന ആള് പോകാനിരിക്കുകയായിരുന്നു. പക്ഷെ അയാള് പുലർച്ചെ തന്നെ തന്റെ ഡെഡ് ബോഡി സ്വപ്നം കണ്ടു. അത് വലിയ കാര്യമാക്കാതെ അയാളാകട്ടെ എയർപോർട്ടിൽ ചെന്നിട്ട് ബോർഡിംഗ് പാസ് എടുത്ത് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് അയാൾക്ക് ആ സ്വപ്നത്തെ പറ്റി ഓർമ്മ വരികയും ഒന്ന് പേടിച്ചിട്ട് ആ ട്രാവൽ പ്ലാൻ മുഴുവൻ ക്യാൻസൽ ആക്കിയിട്ട് തിരിച്ചു വരികയും ചെയ്തു. തിരിച്ചെത്തി അയാൾ അറിയുന്നത് ആ ഫ്ലൈറ്റിന്റെ അപകടത്തെ പറ്റിയായിരുന്നു. അയാളും ആ ഫ്ലൈറ്റിൽ ഉണ്ടാകേണ്ടതും മരിക്കേണ്ടതുമായിരുന്നു. പക്ഷെ അയാൾ അന്ന് പുലർച്ചെ കണ്ട ആ ഒരു സ്വപ്നം കൊണ്ടാണ് അയാളുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഇതുപോലെ ചിലപ്പോൾ നമ്മൾ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും ഇങ്ങനെ പല സാഹചര്യത്തിലും കണ്ടെന്നിരിക്കും. നിന്റെ മനസ്സിൽ തോന്നിയതും ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യമാകാം. അതിനിടയ്ക്ക് മിഥുനെ കാണാൻ വേണ്ടിയിട്ട് പ്രിയവുമായിട്ട് ആദ്യം എൻഗേജ്മെന്റ് കഴിഞ്ഞ അയാൾ വരുന്നു. അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ശരിക്കും മിഥുൻ ഞെട്ടിപ്പോയി. കാരണം വിവാഹത്തിനു മുമ്പ് ഒരു ജോത്സ്യനെ കണ്ട് അവർ ജാതകം നോക്കിയ സമയത്ത് പ്രിയയ്ക്കധികം ആയുസില്ല എന്ന് അയാളോടും പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പ്രിയയോട് മനഃപൂർവ്വം വഴക്കുണ്ടാക്കി ആ എൻഗേജ്മെന്റിൽ നിന്നും അയാൾ ഒഴിവായത്. ഒരു റിസ്ക് എടുക്കാൻ അയാൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഇതോടെ കേട്ടതോടുകൂടി മിഥുൻ ആകെ ടെൻഷനിലായി. ഈ കാര്യത്തെപ്പറ്റി മാത്യു സാറിനോടും അവൻ വന്ന് പറയുന്നുണ്ട്. മിഥുൻ ഇപ്പോൾ പേടി തോന്നുന്നുണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല, എന്തു തന്നെയായാലും അവളെ വിവാഹം കഴിക്കാൻ തന്നെയാണ് തന്റെ തീരുമാനമെന്നാണ് അവൻ പറയുന്നത്. എങ്ങനെയെങ്കിലും ആ വിവാഹത്തിനു മുമ്പ് 3 പേരുടെ ജീവൻ രക്ഷിക്കണം. അതിലൂടെ അവളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന അപകടത്തെ എനിക്ക് തടുക്കുകയും വേണം. അതുതന്നെയായിരുന്നു അവന്റെ ലക്ഷ്യം. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ആർക്കെങ്കിലും ബ്ലഡിന്റെ ആവശ്യമുണ്ടെങ്കിൽ മിഥുൻ ഓടിപ്പോയി അത് കൊടുക്കുമായിരുന്നു. പ്രിയയുടെ ബി.പി ഷുഗറും എല്ലാം തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ അതിനുള്ള ഡിവൈസും അവൻ കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ പോകുന്ന വഴിക്ക് അവന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയും അത് നന്നാക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടെ നിൽക്കുന്ന സമയത്ത് അവൻ നേരത്തെ കണ്ട അവന്റെ കൂട്ടുകാരനെ പിന്നീട് കാണുകയും ചെയ്യുന്നുണ്ട്. നന്നാക്കാൻ വന്ന വർക്ക്ഷോപ്പിലെ ആൾക്ക് ഗൂഗിൾ പേ ചെയ്യാൻ നേരത്ത് ക്യാഷ് ആയിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അവന്റെ കൂട്ടുകാരനാണ് ക്യാഷ് ആയിട്ട് എടുത്ത് അയാളുടെ കയ്യിൽ കൊടുക്കുന്നത്. ആവശ്യ സമയത്ത് തന്നെ സഹായിച്ചതിന് മിഥുൻ തന്റെ കൂട്ടുകാരനോട് നന്ദി പറയുന്നു. നിന്റെ ഗൂഗിൾ പേ നമ്പർ തരികയാണെങ്കിൽ ഞാനത് തിരിച്ചിട്ട് തരാമെന്ന് പറയുന്നു. എന്നാൽ അതൊന്നും വേണ്ട, അവിടെയാണ് എന്റെ ഫ്ലാറ്റ്, നീ എപ്പോഴെങ്കിലും ഇതുവഴി പോകുമ്പോൾ ക്യാഷ് ആയിട്ട് തന്നെ കയ്യിൽ കൊണ്ട് തന്നാൽ മതി എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ അവൻ കുറെ നേരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഒരാളെ ഓടിച്ചിട്ട് അടിക്കുന്നത് അവൻ കാണുന്നു. തന്റെ ജീവൻ പണയം വെച്ച് അയാളെ അവൻ രക്ഷിക്കുന്നുണ്ട്. അയാളെ അടിക്കാൻ വന്ന ആൾക്കാരെ എല്ലാം തന്നെ മിഥുൻ അടിച്ചൊതുക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൻ രക്ഷിച്ച ആള് ഒരു കള്ളനാണെന്ന് പറഞ്ഞിട്ട് പോലീസുകാര് അവനെ കസ്റ്റഡിയിലെടുക്കുന്നു. വിശന്ന് വലിഞ്ഞിട്ടാണ് ആ പാവം എന്തോ മോഷ്ടിച്ചത്. അതിന്റെ പേരിലാണ് ആൾക്കാരെല്ലാം അയാളെ അടിച്ചതും. പോലീസുകാരും ഇതിനെ പിടിച്ചു വെച്ചതറിഞ്ഞിട്ട് സീനിയർ പോലീസുകാർ അവിടേക്ക് വരികയും ബാക്കി പോലീസുകാരെ എല്ലാം തന്നെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. കള്ളനെന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം കൂടെ അടിച്ച ആള് വിശന്നിട്ടാണ് ആഹാരം മോഷ്ടിച്ചത്. അയാളെ രക്ഷിച്ചതിന്റെ പേരിൽ ഇയാളെ ഒന്നും അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മിഥുനെ ആ പോലീസുകാർ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. ഒരു സൈഡിൽ പ്രിയയുടെയും മിഥുന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. അതിനിടയ്ക്ക് എടുത്തുകൊണ്ട് വന്ന സാരി കീറിയിരിക്കുന്നത് കണ്ടിട്ട് അവരുടെ വീട്ടുകാർ ആകെ വിഷമത്തിലാകുന്നു. അതേസമയം മിഥുൻ രക്ഷിച്ച വ്യക്തി അവൻ കാണാൻ പോകുന്നു. ഒരാളുടെ ജീവൻ അവൻ രക്ഷിച്ചിരിക്കുന്നു. അവിടുന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് അവൻ ഒരു ആക്സിഡന്റ് കാണുന്നുണ്ട്. അതിൽ 2 പേരുണ്ടായിരുന്നു. തലകീഴായി മറിഞ്ഞു കിടന്ന ആ വണ്ടിയാകട്ടെ താഴേക്ക് വീഴുന്നതിന് മുമ്പ് അതിലുള്ളവരെ അവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. മറ്റു കുറച്ച് ആൾക്കാരും ചേർന്നിട്ട് അവനെ സഹായിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് തീയും പുകയും വരാൻ തുടങ്ങിയതോടുകൂടി ബാക്കി എല്ലാവരും മാറി. മിഥുൻ ജീവൻ പണയം വെച്ച് ആ 2 പേരുടെയും ജീവൻ രക്ഷിക്കുന്നു. അതോടുകൂടി കണക്കിൽ പറഞ്ഞ 3 പേരുടെ ജീവൻ അവൻ രക്ഷിച്ചിരിക്കുകയാണ്. ആ സംഭവത്തിന് ശേഷം പ്രിൻസ് പറയുന്നുണ്ട് താൻ വീണ്ടും ഒരു കാര്യം കണ്ടു എന്ന്. ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ഇത്തവണ അവൻ കണ്ടത് മരിച്ചു കിടക്കുന്ന മിഥുന്റെയും പ്രിയയുടെയും ഡെഡ് ബോഡീസ് ആയിരുന്നു. ഇത് വീണ്ടും മിഥുനെ ഭയപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവൻ പോകുന്ന വഴിക്കാണ് തന്റെ കൂട്ടുകാരന് 1000 രൂപ കൊടുക്കാനുണ്ടല്ലോ എന്ന് അവൻ ആലോചിക്കുന്നത്. അവനത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അയാളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. കുറെ നേരം ബെല്ലടിച്ചിട്ടാണ് അയാൾ വാതിൽ തുറക്കുന്നത്. അകത്ത് കയറി കാശ് കൊടുക്കാൻ നേരം അവരെല്ലാവരും ആഹാരം കഴിക്കാനിരിക്കുകയായിരുന്നു. എന്നാൽ ഞാനും കൂടാമെന്ന് പറഞ്ഞിട്ട് അവൻ ആഹാരം വിളമ്പാൻ തുടങ്ങിയതും അയാൾ വേണ്ട, വേറെ എടുത്തിട്ട് വരാമെന്ന് പറയുന്നു. ഇത് മതി എന്ന് പറഞ്ഞിട്ട് അവൻ അതിൽ നിന്നും എടുത്ത് കഴിക്കാൻ തുടങ്ങിയതും അയാൾ പെട്ടെന്ന് അത് തട്ടിമാറ്റുന്നുണ്ട്. കാരണം അതിൽ വിഷമുണ്ടായിരുന്നു. ബിസിനസ് എല്ലാം തകർന്നിട്ട് കടക്കണിയിലായ അവരെ ആകട്ടെ നിരന്തരമായിട്ട് പലിശക്കാർ ശല്യം ചെയ്യാൻ തുടങ്ങി. അവസാനം അയാളുടെ വൈഫിനോട് വരെ മോശമായി പെരുമാറാൻ തുടങ്ങിയതോടുകൂടി അവർ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. മിഥുൻ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ടാണ് അവർ ആ ആഹാരം കഴിക്കുന്നതിന് മുൻപ് തന്നെ അവൻ അവരെ രക്ഷിക്കാൻ സാധിച്ചത്. അയാളുടെ അത്യാവശ്യമുള്ള കടങ്ങളെല്ലാം മിഥുൻ തീർക്കുകയും അയാളുടെ വൈഫിന് അമ്മയുടെ കമ്പനിയിൽ ഒരു ജോലി ശരിയാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് മിഥുൻ. ഇപ്പോൾ ശരിക്കും 6 പേരുടെ ജീവനാണ് അവൻ രക്ഷിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം മാത്യു സാറിനോട് അവൻ പറയുന്നു. നടക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത കാര്യങ്ങളായിരുന്നു അയാൾ മിഥുനോട്
മിഥുനോട് പറഞ്ഞത്. എന്നാൽ അവനിപ്പോൾ അവന്റെ ധൈര്യം കൊണ്ട് അതെല്ലാം നടത്തി കാണിച്ചിരിക്കുന്നു. പ്രിയയ്ക്കൊന്നും പറ്റില്ല എന്നുള്ള വിശ്വാസത്തിലായിരുന്നു അവൻ. പെട്ടെന്ന് അവനൊരു കോള് വരുന്നു, പ്രിയയ്ക്ക് ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞിട്ട്. പേടിച്ചാണ് അവൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. എന്നാൽ ഭാഗ്യവശാൽ പ്രിയയ്ക്ക് വലിയ പരിക്കുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. ആക്സിഡന്റ് ആയി അവളൊരു പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന വഴിക്ക് നേരെ നിലത്ത് പോയി റോഡിലിടിക്കുന്നതിന് പകരം അതുവഴി പോയൊരു മെത്ത കൊണ്ടുപോയ വണ്ടിയിലായിരുന്നു അവൾ വീണത്. അതുകൊണ്ട് അവൾക്ക് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. ആ വണ്ടിയുടെ പേര് മിഥുൻ എന്നായിരുന്നു. മാത്യു പറഞ്ഞ പോലെ അവൻ രക്ഷിച്ച ആൾക്കാരുടെ ജീവന്റെ പകരമായിട്ടായിരിക്കാം പ്രിയ മരണത്തിന്റെ മുന്നിൽ നിന്നും തിരിച്ചു വന്നത്. അങ്ങനെ പ്രിയ ഓടി വന്ന മിഥുനെ കെട്ടിപ്പിടിക്കുന്നിടത്താണ് ഈ മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.